ബീഫിന്റെ പല വെറൈറ്റീസ് ട്രൈ ചെയ്യുന്ന ആൾക്കാരില്ലേ നമ്മൾ. ഇന്ന് നമുക്ക് ബീഫ് ഇടിച്ചതൊന്ന് ട്രൈ ചെയ്താലോ. ആവശ്യത്തിന് ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ബീഫൊക്കെ ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 30-35 ഒരു 40 മിനിറ്റ്സോളം ഒക്കെ ഇത് വേവാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് തേങ്ങയൊന്ന് ഇത്തരത്തിലൊന്ന് ചുട്ടെടുക്കുക. അത് വേഗം ചിരട്ടേന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബീഫ് അവിടെ ആവുന്നുണ്ട്. നമ്മുടെ ബ്രദർ ആ തേങ്ങയൊന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഒന്ന് സെറ്റായി വെന്തിട്ടുണ്ട്. ലേശം ഒന്ന് കരിഞ്ഞു പോയി, കുഴപ്പമൊന്നുമില്ല. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഡ്രിൽ ഒന്ന് എടുക്കുന്നുണ്ട്. കാരണം ഓവറായിട്ട് അടിച്ചു പോയാൽ ഇത് ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെയൊക്കെ ആയി പോകും. അത് വേണ്ട, നമുക്കിങ്ങനെ ഇടിച്ച പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രിൽ കേട്ടാൽ മതി കേട്ടോ. അതാ ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരു കണ്ട ബീഫ് ഇടിച്ച പോലെ ഇരിക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ആവശ്യത്തിന് ചുവന്നുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് ഉള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒന്ന് പരസ്പരം സെറ്റായി വരുമ്പോഴേക്കും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഇറച്ചി മസാല ചേർത്ത് കൊടുക്കും. 2 സ്പൂണോളം ഇറച്ചി മസാല ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവരെല്ലാവരും പരസ്പരം ഒന്ന് സെറ്റായി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇടിച്ച പരുവത്തിലാണല്ലോ, അപ്പോൾ ഇടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂത്ത് ചേർത്തിട്ട് ഇങ്ങനെ ഡാർക്ക് ആവണ അത്ര നമ്മളിങ്ങനെ വഴറ്റി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം എത്രത്തോളം ഇത് വഴറ്റുന്നു അത്രത്തോളം ഇത് ഡാർക്കായിട്ട് വരും. അതിലേക്ക് മല്ലിയും കറിവേപ്പിലയും ചേർത്ത്